കൃമിയുടെ ബുദ്ധിമുട്ട് ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും കാണാറുണ്ട്. പലരും ഒരു ദിവസത്തെ മരുന്ന് അലോപ്പതിക് മെഡിസിൻ ആണ്, അത് ഒരു ദിവസം കഴിച്ചിട്ട് എല്ലാവരും വിചാരിക്കും ഓക്കെ നമ്മൾ കൃമിയെല്ലാം പോയി. 6 മാസം കൂടുമ്പോൾ ഒക്കെ പലരും കൊടുക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മണ്ണിൽ നിന്നൊക്കെയാണ് ശരീരത്തിലേക്ക് കയറുക. അത് മണ്ണും വെള്ളം ഭക്ഷണം ഇതിലൂടെ നമ്മൾ ശരീരത്തിൽ കയറി ബ്ലഡ് സ്ട്രീം കയറിയിട്ടാണ് ലങ്സിൽ എത്തുന്നത്. അവിടെ നിന്ന് നമ്മൾ ചുമച്ചിട്ട് നേരെ വയറ്റിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ നിന്നാണ് അത് പെറ്റി പെരുകി അത് എഗ്സ് ആയിട്ട് പുറത്ത് പോകുന്നത്. അപ്പോൾ ഈ സൈക്കിളിൽ നമ്മൾ ഉള്ളിലെത്തിക്കഴിഞ്ഞിട്ടുള്ളത് 20 ദിവസമാണ്. ആ ഒരു 20 ഡേയ്സ് സൈക്കിളിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. 20 ദിവസം നമ്മൾ അതിനെ പട്ടിണിക്കിടുക, അതിന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക, അതിന് വേണ്ട ഷുഗർ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, അതിന് വേണ്ട ഈ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെയാണ് അതിന് കൂടുതൽ താല്പര്യം. അതൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ ഇത് ഫോം ചെയ്യാൻ, അതായത് ശക്തരാവാനുള്ള ചാൻസസ് കുറഞ്ഞിട്ട് ആ 20 ദിവസം ട്രീറ്റ്മെൻറ്റ്, അതായത് ചെറിയ മെഡിസിൻസ് ഒക്കെയാണ്, അത് പലരിലും പല തരത്തിലാണ് കുട്ടികളിലൊക്കെ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശരിക്കായിട്ട് അതിൻ്റെ ഒരു എൻറ്റയർ ലൈഫ് സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയും.